Garage thick വണ്ടിയാണ് ഏകദേശം 5 വർഷത്തോളമായി നമ്മൾ ഈ വണ്ടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സീറ്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. പക്ഷേ സീറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങളല്ല. എമൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ ഒരു വീഡിയോയിൽ പറയണില്ല. കാരണം നമ്മൾക്ക് പലതരം മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ അടിച്ചിരിക്കുന്ന അപ്പ എന്ന് പറയുന്ന മെറ്റീരിയലിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. സ്ലിങ്ക്, ലെതർ, സാധാരണ റെക്സിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെറ്റീരിയൽസ് എനിക്ക് പോലും പേരറിയാത്ത ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയലൊക്കെ വെച്ച് നോക്കുമ്പോൾ പല സീറ്റിന് പല റേറ്റ് ആയിരിക്കും വരാം. അപ്പോൾ നിങ്ങളൊരു സീറ്റിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പല ടൈപ്പിൽ അടിക്കാനായിട്ട് പറ്റും. സാധാരണ സപ്പോസ് ഒരു ഇന്നോവയുടെ സീറ്റ് 7000 രൂപ തുടങ്ങി നമ്മൾക്ക് അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 7000 രൂപ തുടങ്ങി നമ്മൾക്ക് 40,000 രൂപ വരെ സീറ്റ് അടിക്കാൻ പറ്റും. അതല്ല 90,000 രൂപ വരെ സീറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല റേറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയലിൽ ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മളൊരു ഇന്നോവയ്ക്ക് വേണ്ടി അടിച്ചിരിക്കുന്ന സീറ്റാണ്. തൈ സപ്പോർട്ട്, വിൻ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബ്ലാക്ക് കളറിൽ ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് നാപ്പ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡോർ പാഡുകൾ, ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഭാഗം, ഗിയർ ലിവറിൻ്റെ ഈ ഒരു ഭാഗം, പിന്നെ ഡോർ പാഡ്, ഹാൻഡ് റെസ്റ്റ്, പിന്നെ ഗിയറിൻ്റെ നോബ് കാര്യങ്ങളെല്ലാം നമ്മൾ മാച്ച് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചിങ് ടൈപ്പിലാണ് അടിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഇന്നോവയുടെ ഗ്ലോ ബോക്സ് അല്ല കൈവയ്ക്കണ ഒരു വശം ഉണ്ടല്ലോ ഫ്രണ്ടിലെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് നമ്മൾ വൈറ്റ് കളറിൽ കൊടുത്തു. ഇന്നറിലുള്ള സ്റ്റിച്ചിങ് ബ്ലാക്ക് കളർ ആണ്. ഔട്ടറിൽ നമുക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് കളർ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലിന് ആപ്പയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളിൽ ഒട്ടിച്ചേക്കൊന്നല്ല, ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെയാണ് ഓരോ സീറ്റും നമ്മൾ അടിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സീറ്റ് രണ്ടാണ് ഡ്രൈവർ സീറ്റ്, അതായത് പാസഞ്ചർ സീറ്റ്, അത് ഡ്രൈവർ സീറ്റ്, ഇത് രണ്ട് ബാക്കിലെ സീറ്റ്. അപ്പോൾ അതിൻ്റെത് ഈ രീതിയിലാണ് സ്റ്റിച്ചിങ് കാര്യമെല്ലാം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കട്ടിങ് കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡയമണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയമണ്ട് കട്ടിങ്ങിലെല്ലാം വൈറ്റ് കളറ് നൈലോൺ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, ടൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനുള്ളതിന്. ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇതിന് മാച്ച് ചെയ്യാനുള്ള രീതിയിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡുകളെല്ലാം ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റിങ് വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു റെഡ് കളർ ഇന്നോവ, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിൽ അടിച്ചിരിക്കുന്ന ഒരു ഇന്നോവയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്, സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. ഞാൻ നാളെ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ സീറ്റ് ഉൾപ്പെടുത്തി കാണിക്കണം എന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം സെറ്റിങ് ചെയ്തിട്ട് ആ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. ആ വണ്ടി ഫുള്ള് റീസ്റ്റോറേഷനാണ്. ഒരു വൈറ്റ് കളർ ഈ ഒരു വണ്ടിയായിരുന്നു. ഈ വണ്ടി നമ്മൾ ഫുൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ സീറ്റിങ് കാര്യമെല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ സാൻഡ്രോസിങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ എർട്ടിക റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റെഡ് കളർ ഇന്നോവയിൽ ഇൻറ്റീരിയൽ ഡോർ പാഡെല്ലാം ബ്ലാക്ക് അടിച്ച് സാധനങ്ങളെല്ലാം ബ്ലാക്ക് അടിച്ച് സെറ്റ് ചെയ്യണതാണ്. പിന്നെ ഫുൾ വീഡിയോ വരുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യട്ടോ. സീറ്റിൻ്റെ ഫിനിഷിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് ഗാരേജിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ആര്യയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. സ്റ്റാർട്ടിങ് കാരണം കോവിഡ് ആയതുകൊണ്ട് എവിടേക്കും പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിടുക. പിന്നെ അതേ നമ്മളുടെ സാൻഡ്രോസിങ് ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് വീഡിയോയും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ വണ്ടി നമ്മൾക്കിപ്പോൾ വന്നതാണ് ഒരു ഇന്നോവയാണ് കേട്ടോ. സിൽവർ കളർ ഇന്നോവയാണ്. ടൈപ്പ് 4 കൺവേർഷനും പിന്നെ അതുപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഇത് ഈ അടുത്ത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, സിൽവർ കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി ക്ലിയർ ചെയ്ത് അടിക്കണം. അപ്പോൾ ആ രീതിയിൽ വന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മളുടെ വണ്ടി ഫുൾ വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വണ്ടി ഇത് അനിയും പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. ഏകദേശം 5 വർഷത്തോളമായി നമ്മൾ ഈ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. വുഡ്ലാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഡസ്റ്ററിന് പറഞ്ഞ കളറാണ് കേട്ടോ നമ്മൾ ഈ വണ്ടിക്ക് അടിച്ചിരുന്നത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് വണ്ടി പുറത്താണ്, കൂടുതലും പുറത്താണ്. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിരിക്കും, പുറത്താടണേ. ഇപ്പോഴും കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇടിച്ച് പറഞ്ഞിട്ടും കാര്യങ്ങളുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, 2002 മോഡൽ ഇന്ത്യയാണ് കേട്ടോ. ടർബോ ഒക്കെ കയറ്റി മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അടിപൊളിയാക്കി കൊണ്ടുനടക്കുകയാണ് ഇപ്പോഴും. കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ വണ്ടി പുറത്തേക്ക് ഞാനിപ്പോൾ കൊണ്ടുനടക്കാറില്ല, കാരണം ഇരട്ടിയും കാര്യങ്ങളെല്ലാം ഉള്ള കാരണം അതാ കൊണ്ടുനടക്കാറ്. പിന്നെ ഇതേപോലെ വാഷിംഗ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുനടക്കും ഇടും. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ്, അതായത് വണ്ടിയെല്ലാം സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഗ്യാരേജിൽ തിരിച്ചെത്തിക്കുകയാണ്. അപ്പോൾ ഗ്യാരേജിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി ഇവിടെ ബാക്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ മാസ്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കണ്ടിരിക്കും. അതേപോലെ തന്നെ ബേസ് കോട്ട് അടിച്ചത് കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നലെ. അതായത് നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കണ്ട ആ ദിവസം നമ്മൾക്ക് ഒരു പുതിയ ആളും കൂടി വന്നു. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് iPhone 11 അപ്പോൾ iPhone 11 ഞാൻ ഒരെണ്ണം വാങ്ങി. സംഭവം നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനും, അതേപോലെ തന്നെ എൻ്റെ ഫോൺ ഹോണർ 8X ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ iPhone എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനും പെട്ടെന്ന് ഇത് നമ്മൾ ക്യാമറ എപ്പോഴും ഉണ്ടാവും. G7Xും GoPro 8ലാണ് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളും കാണുന്നത്. എന്നാൽ പോലും ഒരു എണ്ണം കൂടി ആവാം എന്ന് വിചാരിച്ചിട്ട്, കാരണം പെട്ടെന്നുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ റീൽസൊക്കെ ഇടാനായിട്ട്, അതേപോലെ തന്നെ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ളൊരു ഫോൺ കൂടിയേ ചെയ്തു. അപ്പോൾ അതാണ് ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ ഫോട്ടോ മൈക്കിൻ്റെ ഇഷ്യൂ ഞാൻ ചെക്ക് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യേണ്ട, വേറെ മൈക്കൊന്നും യൂസ് ചെയ്യില്ല. ഇതിൻ്റെ വോയിസ് തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കണത്. നോക്കിയിട്ട് ഞാൻ നാളെ തുടങ്ങി മൈക്ക് യൂസ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസ് അറിയേണ്ട മൈക്കിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹോണ്ട സിറ്റി അടിച്ച് മാസ്കിങ് എല്ലാം അഴിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് കട്ടിങ് ചെയ്യണം, പോളിഷ് ചെയ്യണം, സെറ്റിങ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരിപാടി അങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇനിയിപ്പോൾ പിക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള, അതായത് മുന്നുള്ള വർക്ക് ലോഡുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വണ്ടികളുടെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നിലവിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന മാതിരി ഇപ്പോൾ മാരുതി സെന്ന് പാച്ച് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പിന്നെ റണ്ണിങ് ബോർഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെൻ്റ് ഉണ്ടായിരുന്നു, അതേപോലെ ഉണ്ടോ. അപ്പോൾ ഇതിന് അഴിക്കലും കാര്യങ്ങളും പെയിൻറ്റിങ്ങും ഒക്കെ പെട്ടെന്ന് നാടകയിൽ അടിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതാണ്. അതേപോലെ ബാക്കിയുള്ള വണ്ടികൾ. അപ്പോൾ നമ്മൾക്കൊരു വണ്ടി നമുക്ക് സെറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ കൊണ്ടു കൊടുക്കാം നമുക്ക് ആ പരിപാടിക്ക് പോകും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു വണ്ടി സെറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ്, അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾ നേരത്തെ ഒരു കാർണർ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഫൈനൽ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് iPhone 11 ഓക്കെ. അപ്പോൾ പിന്നെ അതുകൂടെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ വാങ്ങണമെങ്കിൽ
കാസ് 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം കേട്ടോ. വല്ല പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് റേറ്റ് നോക്കിയിട്ട് വണ്ടി ഫുൾ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇല്ലെങ്കിൽ വേണ്ട, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടും, അത് കാര്യം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.